എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും എൻജോയ് ചെയ്യുക. ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. എപ്പോൾ അവിടെ എത്തുന്നറിയത്തില്ല. എല്ലായിടത്തും കയറി പോകുന്നു. 3:30 ആയിട്ടോ. അറിയില്ല, ചെറിയ വഴി കിടപ്പം. ഇവിടെ ഏതോ റോഡ് പണിയൊക്കെ അല്ലേ ഞങ്ങളൊക്കെ. നമ്മൾ ആദ്യം പോകുന്നത് ചേട്ടയുടെ വീട്ടിലേക്ക് കേട്ടോ. ചേട്ടയുടെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി നമ്മൾ കോട്ടയത്തേക്ക് പോകും. ഒരു മഞ്ഞ പള്ളിയിൽ രാത്രി നൈറ്റിൽ പള്ളിയിൽ പോയിരുന്നു. 11:30 പള്ളിയിൽ പോയിട്ട് 2:45 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഒരു 10 മണിയായി. പിന്നെ കാപ്പിയെല്ലാം കുടിച്ച് ഉച്ചയ്ക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിച്ച് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫുഡടിയും കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞ് അതിനിടയ്ക്ക് എല്ലാവർക്കും ഛർദിയായിരുന്നു. 3 രാവിലെ ഛർദി. ലേറ്റായിട്ട് ചെയ്തിട്ട് ഗ്യാസ് കയറി. രാത്രി അവിടെ പോയി വട്ടയപ്പോൾ ചിക്കനും ഒക്കെ കഴിച്ചിരുന്നു. രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റ്. പിന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ ഒന്നും കഴിച്ചില്ല. കഴിക്കാൻ വയറിന് ഗ്യാസ് കയറിട്ട് എന്തോ പോലെ എന്ന് പറഞ്ഞിട്ട് ഛർദിച്ചു. അങ്ങനെ പിന്നെ അടുത്തയാൾ ഛർദിച്ചു. കുജുവിന് ഛർദിയായിരുന്നു. ചോറുണ്ടിട്ടില്ല. 2 പായ മേടിച്ച് ഛർദിച്ചു. അങ്ങനെ അപ്പോൾ എല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് 3:30 ആയിട്ട് ഇറങ്ങിയപ്പോൾ കോട്ടയത്ത് ചെല്ലുമ്പോൾ എത്ര സമയമാവുമെന്ന് അറിയത്തില്ല. സൗണ്ടൊക്കെ അടഞ്ഞു. അടുപ്പിൻ്റെ അന്ന് ചേട്ടായി ഇതിലേ പോകുന്ന മാപ്പിളണം കൂടിയിട്ടാ. ടുട്ടുമ്പോൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ഉറക്കാണ്. രാത്രിയിൽ ഒത്തിരി ഉറക്കളിച്ചതല്ലേ. പക്ഷെ 10 മണിയായപ്പോൾ എഴുന്നേറ്റത്. പൊന്നുട്ടിയല്ല ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. ഈ ചേട്ടയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പൊന്നുട്ടിക്ക് ഉറങ്ങാം അല്ലേ. പിന്നെ നമ്മുടെ മമ്മി വീട് വരെ ഉറങ്ങാം. സുന്ദരിയായിട്ടുണ്ടല്ലോ. പുതിയ കമ്മലൊക്കെ ഇട്ടപ്പം സൂപ്പർ. പല്ല് രണ്ടും പോയതുകൊണ്ട് എന്താ പോലെ. ടുട്ടുമോൻ വീടെത്തി. ചേട്ടാ ഇതേ കടയിലാട്ടോ പോയത്. ഇത് കാണാൻ പാടാ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു നേരമാവും. അമ്മച്ചി ഉണ്ടാക്കിയതാണോ ഇത്? ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ട് ഇന്ന് ഉച്ചക്ക് ഉറങ്ങണല്ലേ. ഇവിടെ ഇന്ന് ഉച്ചക്ക് ഞാൻ ഉറക്കും. ഇവരുള്ളപ്പോ ഉറക്കാൻ പാടാ. ഇങ്ങനെ ശ്രദ്ധിക്കുക എവിടുന്ന സൗണ്ട് തന്നെയാണ്. അപ്പാപ്പ എല്ലാ വീടുകളും കയറ്റി കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ അമ്മച്ചിയുടെ പൂച്ചെടികൾ കണ്ടോ. പൂച്ചെടി കണ്ടോ. അമ്മാമ്മയുടെ പൂച്ചെടി. അമ്മാമ്മയുടെ പൂക്കൾ കണ്ടോ. ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. കോഴി ഉണ്ടോ അവിടെ? കോഴി ബേബ, കോഴി ബേബയെ കണ്ടോടാ. കൊക്കരക്കോ 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 കൊക്കരക്കോ. കോഴി ബേബ കണ്ട. കോഴി ബേബ കണ്ട. കോഴി ബേബ.
ജാതിക്ക കണ്ട ജാതിക്ക. മ്യാവ് മ്യാവെന്ന് പറഞ്ഞേ. മ്യാവ് മ്യാവെന്ന് പറഞ്ഞേ. മ്യാവ് മ്യാവെന്ന് പറഞ്ഞേ. മ്യാവ്. ആ വാല് വാല് മ്യാവിൻ്റെ മ്യാവ്. എന്തോ അവിടെ നീങ്ങും അവിടെ നീങ്ങും. ഈ പൂച്ചക്കുട്ടീനെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇല്ലാത്ത. അവര് പോണ് എന്റെ പാപ്പന. അവൻ കണ്ട വഴിക്ക് ഓടി കയറിയതാ. തലകത്തിട്ടാ ഇപ്പൊ ചിരി വന്നു. ശരിട്ടാ അമ്മച്ചി അപ്പച്ചാ. അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ, ചേട്ടായുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതാട്ടോ പണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ട് ഞാൻ ഇവിടെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതിലേട്ടാ പോകാറ്. അന്നിങ്ങനെ ഇവിടെയൊക്കെ ഷീറ്റിട്ട് മറച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ പാടായിരുന്നു. പാടല്ലായിരുന്നു ചേട്ടാ ഇന്ന്. ഇവിടെയൊക്കെ അന്ന് ശരിക്കും പാടം പോലെ. ഇപ്പം നല്ല പുല്ലൊക്കെ കയറി കിടക്കുന്നു. ഇവിടെ എന്താ ശരിക്കും വഴിയൊക്കെ ഉള്ളു. ഇവിടുന്ന് 5 മിനിറ്റ് കൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരു 10 മിനിറ്റ് മാക്സിമം. ഇതിൽ ഞാൻ ഹോസ്പിറ്റലിൽ നടന്ന് പോവാണ് പോകാറ്. ചേട്ടായി ഇല്ലാത്ത സമയത്ത് നടന്ന് അങ്ങനെ പോകുന്ന സ്ഥലമായിരുന്നു. ഇവിടെ ഇപ്പോഴും ആളും താമസിക്കുന്നൊന്നുമില്ല അല്ല വീട്ടിൽ. സിംഹ വീട്ടിൽ അപ്പോൾ പണ്ട് തൊട്ട് പൂട്ടി കിടക്കുവാണല്ലോ. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ കാണാവേ, ഇതാണ് ഞാൻ പണ്ട് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലാട്ടോ. ഇത് കാണാം, ഇപ്പം കാണാം. ബോർഡ് കണ്ടോ? സെൻറ്റ് ആൻ്റണീസ് മിഷൻ ഹോസ്പിറ്റൽ. ഇത് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ 3 വർഷം വർക്ക് ചെയ്തു കേട്ടോ അവിടെ. ഇതാണ് നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് ഫോറിൻ ചർച്ച് പഴുവിൽ. ഇവിടെയായിരുന്നു ഞങ്ങളുടെ കല്യാണം 12 വർഷങ്ങൾക്ക് മുമ്പ്. ഇത് പിന്നെ ഉറക്കെ പറയാ കേൾക്കുന്നില്ല ഇവിടെ. സെന്റ് ആന്റണീസിന്റെ നാമധേയത്തിലുള്ള ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇത് നമ്മുടെ പള്ളിയുടെ ബാക്ക് സൈഡ് ആട്ടോ. പിന്നെ ടുട്ടു ഇങ്ങനെ പ്രീ സ്കൂളിൽ ഇവിടെയാണ് പഠിച്ചത്. ഇവിടെ അല്ലായിരുന്നോ? ഇവിടെയാണ് പ്രീ സ്കൂളിൽ ടുട്ടു പഠിച്ചിരുന്നത് സിസ്റ്റർമാരുടെ ഇതില്. അപ്പയുടെ ആൾക്കാരെ കാണുമ്പോൾ അപ്പയ്ക്ക് സന്തോഷം കണ്ടോ? മുഖത്തിൽ ചിരി കണ്ടോ? ഇതാണ് സ്വന്തം നാട്ടിൽ വന്നു കഴിയുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ സന്തോഷം കേട്ടോ. അത് തീർത്ഥാടനം ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ അപ്പയുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീടാട്ടോ. ഇത് ഷിജോ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിൻ്റെ വീട്. നമ്മുടെ ഇതാണ്. ഇവിടെയാണ് അപ്പം ഇന്നാണ് വന്നേ. ഒരാളെ കൊണ്ടുവിടാൻ വേണ്ടി പെൻഷൻ ഇത് പറ്റിയിട്ട്. ഇതുകൊണ്ട് ഇതാണ് തീർത്ഥാടന കേന്ദ്രം, ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രം. അപ്പം അത് കഴിഞ്ഞു നിർത്തി പറയണ്ട. അത് എടുക്കട്ടെ അമ്മ. അത് കണ്ട വ്യൂ കണ്ട ഇവിടെ നിന്നുള്ള വ്യൂ. ഇതാണ് നമ്മുടെ പെരുന്നാളിനില്ലേ ഈ പാലത്തിൻ്റെ സൈഡിലൊക്കെ നിറച്ച് അലങ്കരിക്കും കേട്ടോ. നല്ല സൈഡാണ്. അപ്പം എല്ലാവരും നൈറ്റ് ആകുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഈ പാലത്തിൻ്റെ അവിടെ വരുന്നത്. അപ്പം നമ്മൾ കൊരട്ടി എത്തി. കുറച്ചൊക്കെ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നേ. റോഡിൽ തിരക്കുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല.
പിള്ളേരെല്ലാം ഉറക്കി. ഇന്നലെ നൈറ്റ് ലേറ്റായിട്ടല്ലേ ഉറങ്ങിയേ. അപ്പം കുട്ടുമോൻ ഉറങ്ങുന്നു. പൊന്നൂട്ടി ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റു. തക്കുച്ചു ഭയങ്കര കരച്ചിലായിരുന്നു. തക്കുച്ചു ഉറങ്ങിപ്പോയി. ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ചേട്ടായി എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ചേട്ടായിട്ട് ഒരു പാട്ട് കേട്ട ഉറക്കം പോയേനെ. ഒരു പാട്ട് പാടാവോ? ചേട്ടായിക്ക് ഉറക്കം വരും കേട്ടോ. ചേട്ടായി ഒരു പാട്ട് പാടാണ് നമ്മുടെ ക്ഷീണമൊക്കെ അങ്ങ് മാറിയേനെ. പാടിക്കോ? ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തെ നലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തെ നലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ചേട്ടയുടെ പാട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിറയങ്ങര ഭഗവതി വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുമ്പിലായി ഞങ്ങൾ. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുവാണേ. അതുകൊണ്ട് എത്ര നാളായി റോഡ് പണി തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതെന്തിട്ടാ ബ്രിഡ്ജ് പണിയോ അല്ലേ? എല്ലായിടത്തും ഈ ബ്രിഡ്ജിൻ്റെ പരിപാടിയാണ്. എങ്ങും കഴിഞ്ഞിട്ടില്ല. ഇവിടെ കുറച്ചെങ്കിലും കഴിഞ്ഞു. അവിടെ ആമ്പല്ലൂർ ഒട്ടും കഴിയാത്ത അല്ലേ ഏട്ടായി? ഇവിടെ നോക്കി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പപ്പയും മമ്മിയും വീട്ടിൽ വെയിറ്റ് ചെയ്യുമായിരിക്കും. വീട്ടിലെല്ലാവരും വന്നോ അനിയത്തിയൊക്കെ വന്നോന്നറിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെ കണ്ടോ ബ്രിഡ്ജിന് കമ്പിയൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ ഫാസ്റ്റായെന്ന് തോന്നുന്നു അവിടത്തേക്കാളും. പണിയല്ലേ അവിടെ ഇന്ന് തുടങ്ങിയതാ, ഒന്നും ആയിട്ടില്ല. ഉറക്കം വരുന്നുണ്ട്. ഇവിടെ എന്താ രാത്രി പോകാനുള്ള ലോറികളൊക്കെയാണ് അപ്പോൾ ഈ വെയിറ്റ് ചെയ്തിരിക്കണേ. ആയിരിക്കും. അയ്യോ എന്തോ ഒരു ലോറിയാന്നേ ലോഡ് കയറ്റിയിട്ട് വെയിറ്റ് ചെയ്ത്. രാത്രി നിങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. അയ്യോ. അപ്പം ഞങ്ങൾ ഇനിയുണ്ട് 2-3 മണിക്കൂർ യാത്ര. അങ്കമാലി ലിറ്റിൽ ഫെയർ ഹോസ്പിറ്റലിൽ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങ് തൊട്ട് ഇങ്ങ് വരെ ഫുള്ള് ലൈറ്റ് അലങ്കരിച്ചേക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ക്രിസ്മസ് ടൈമിൽ ഫുൾ ഇങ്ങനെയായിരിക്കും അല്ലേ? സാന്റയുടെ മടവും സ്റ്റാറും ക്രിസ്മസ് ട്രീയും ഫുൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ഡ്രസ്സും അങ്ങനത്തെ എല്ലാം ഫുൾ ലൈറ്റുമായി നല്ല ഭംഗിയുണ്ട്. നമ്മുടെ കാലടിയുടെ ഇവിടെ എല്ലാ പ്രാവശ്യവും നമുക്ക് ബ്ലോക്ക് കിട്ടുന്ന കേട്ടോ. ഈ പ്രാവശ്യം അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് കിട്ടിയിരിക്കുകയാണ്. വലുതായിട്ടില്ല, ചെറുതായിട്ട്. ക്രിസ്മസ് നൈറ്റ് എല്ലാ ഷോപ്പുകളും സിനിമ തിയേറ്ററൊക്കെ ഉണ്ടോ? നല്ല സ്റ്റാർ നോക്കിയേ പോലൂട്ടി. ഇവിടെ നോക്കിയേ കണ്ടാ സിനിമ തിയേറ്ററിൻ്റെ സ്റ്റാർ കണ്ടു. വാവ്. അപ്പോൾ നമ്മൾ ചെറിയ ബ്ലോക്കിൽ പെട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് നമ്മൾ വന്നപ്പോഴത്തേക്ക് ബ്ലോക്കെല്ലാം മാറിപ്പോയി കേട്ടോ. വെച്ചിട്ട് നമ്മൾ 7 മണിയായിട്ടുണ്ട് സമയം. ഇപ്പം നേരത്തെ സന്ധ്യ ആവുന്നത്, നേരത്തെ രാത്രിയാവും. 7 മണി ആയതേ ഉള്ളൂ. 8:30 രാത്രിയായാലേ 8:30 പോലെ. കടയിലൊക്കെ ബോർഡ് കണ്ടോ? കുഴിമന്തി, ദം ബിരിയാണി, 2 കുഴിമന്തിക്കട അടുത്ത്, 2 ദം ബിരിയാണിക്കട അടുത്ത്. തൊട്ടുമോണി ഇനി രാത്രി ഉറക്കം വരില്ല കേട്ടോ. എപ്പോൾ തൊട്ട് ഉറങ്ങുന്ന? നമ്മൾ കാറി കയറിയപ്പോൾ തൊട്ട് തൊട്ട് ഉറങ്ങുന്ന. പിന്നെ നമുക്ക് ബ്ലോക്ക് കിട്ടി പോനെ. ഈ കാർ ഇടയ്ക്ക് കൂടെ എടുത്ത് എവിടെ പോവുകയാണ്? നമുക്ക് എൻ്റെ കുറപ്പം കാലടി ബ്ലോക്ക് അങ്ങ് മാറിയ പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവിടെയാണ് എന്നും ബ്ലോക്ക് കിട്ടുന്ന പ്ലേസ്. ഇതിലേ പോകുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ബ്ലോക്ക് കിട്ടിയവർ കമൻ്റ് ഇടുക. നമ്മൾ ബ്ലോക്ക് കിട്ടിയിട്ട് 2 മിനിറ്റായി. ടൂറ് പോകുന്ന ബസ് കണ്ട, ടൂറിസ്റ്റ് ബസ്. ഇപ്പോൾ നമ്മുടെ സമയം 7:57 ഇതുവരെ നമ്മൾ കാലടിയിൽ നിന്ന് പോയിട്ടില്ല.
ഇനി നമ്മളിവിടെ കുടുങ്ങിയിട്ട് 1 hour ആകാൻ വെറും 3 മിനിറ്റുകൾ മാത്രം. 3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നിട്ട് 1 hour കംപ്ലീറ്റ് ആയിരിക്കുന്നു. എന്താണ് ഈ സമയം നമ്മുടെ ബിജോ മാഷിന് പറയാനുള്ളത് നമുക്ക് കേട്ടു നോക്കാം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ല ഈ ആൾക്കാരൊക്കെയുണ്ട്, കൂട്ടിനു ഞാനും പോന്നോട്ടെ, മഴയത്തും വെയിലത്തും പോകരുതേ നീ, ആടിൻ്റെ വെട്ടം കളയരുതേ, അപ്പോൾ നമ്മുടെ ബിജോ മാഷ് പാട്ട് പാടിയത് നമ്മുടെ വണ്ടികളൊക്കെ പാഞ്ഞു പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രാഫിക് ബ്ലോക്ക് മാറിയിരിക്കുകയാണ്. 2 മിനിറ്റുകൾ കഴിഞ്ഞാൽ നമുക്ക് 1 hour ആകേണ്ട നമ്മുടെ ബ്ലോക്കിൽ നിന്ന് നമ്മുടെ ഒറ്റ മിന്നാമിനിങ്ങനെ പാട്ടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇത് കണ്ടോ, നമ്മുടെ മനസ്സിന് കുളിർമയേകാൻ വേണ്ടി നമ്മുടെ പള്ളിയിലെ അലങ്കാരങ്ങൾ കണ്ടോ, ക്രിസ്മസ് ട്രീ ആയിട്ടും സ്റ്റാറായിട്ടും ലൈറ്റായിട്ടും നല്ല ഭംഗിയിൽ അലങ്കരിച്ചിരിക്കുന്ന നമ്മുടെ ഏത് ചർച്ചാണ് ചേട്ടായി? ഏതോ ഒരു ചർച്ച നല്ല ഭംഗിയിൽ, കാലടി ചർച്ചാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ മാഷു പാട്ട് നിർത്തിയതും വണ്ടികളെല്ലാം സ്റ്റോപ്പായി ഗൈസ്. അപ്പോൾ നമ്മുടെ കാലടിയിൽ ഇത്രയും നേരം ഇവിടെ കുടുങ്ങാൻ ഭാഗ്യമുള്ളവർ കമന്റ് അടിക്കൂ. അല്ല, വെയിറ്റ് ചെയ്തിട്ടുള്ളവർ കമന്റ് അടിക്കൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ നീങ്ങി പള്ളി പോലും കവർ ചെയ്തില്ല. അപ്പോഴേക്കും നമ്മൾ പിന്നെയും ബ്ലോക്കിലകപ്പെട്ടു ഗൈസ്. വേറെ റോഡുണ്ടായിരുന്നു, ആ റോഡിലൂടെ പോകാൻ മാഷ് മറന്നുപോയി. മെയിൻ റോഡിൽ വന്നതാണ്, അതാണ് നമ്മൾ പെട്ടുപോയത്. അത് ക്രിസ്മസ് പഴയ പോലെ തന്നെ ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ കീഴിലം ഷാപ്പുംപടിയിൽ നിന്ന് ഉള്ളിലേക്ക് റൈറ്റിലേക്ക് തിരിയുന്നു. അങ്ങനെ നമ്മൾ അങ്കമാലിയിൽ ചെന്ന് കയറുന്നു. ആ വഴിയാണ് തിരിച്ചു വരുമ്പോൾ നമ്മൾ എടുക്കുന്നത്. ഈ വഴി എടുത്താൽ നമുക്ക് വീണ്ടും 1 മണിക്കൂർ ഇതേപോലെ കിടക്കേണ്ടി വരും. 1 മണിക്കൂർ കൂടുതൽ കിടക്കും. നാളെ എല്ലാവരും വന്നിട്ട് തിരിച്ചു പോണ ദിവസമാണ്. അപ്പോൾ നാളെ എടുക്കുന്നതിനാണ് കൂടുതൽ സമയം പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളെ ആ വഴിക്കാണ് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ആ വഴി അറിയാത്തവരുണ്ടെങ്കിൽ ആ വഴി ശ്രദ്ധിച്ചോ. മൂവാറ്റുപുഴയിൽ നിന്ന് വരുമ്പോൾ കീഴിലം ഷാപ്പുംപടിയിൽ നിന്ന് റൈറ്റ് തിരിയുന്നു. പിന്നെ അങ്കമാലി ചെന്ന് അവസാനിക്കുന്നു. കുറുപ്പുംപടി മലയാറ്റൂര് ആ വഴിക്ക് കയറി അങ്കമാലി ജംഗ്ഷനിൽ വന്ന് നമുക്ക് കയറാം. നേരെ ഹൈവേയിലേക്ക് കയറുന്നു. പിന്നെ ഹൈവേയിലത്തെ സിഗ്നൽ ബ്ലോക്കുകൾ മാത്രമേ നമുക്ക്. അപ്പോൾ ആ വഴി അറിയത്തില്ലാത്തവർ ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കൂ. ഇതിന് തുടരുന്നതായിരിക്കും വീഡിയോ, വഴികൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കൂ. നമ്മുടെ ജോവിൻ്റെ ഉറക്കം കഴിഞ്ഞ് ജോവിനെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഇപ്പം മുത്തക്കയുടെ വകയായിട്ട് പൊന്നൂട്ടിക്ക് ഇത് സമ്മാനം കൊടുക്കുവാണ്, ബർത്ത്ഡേ ഗിഫ്റ്റ്. കൊടുത്തോ. ആദ്യം നമ്മുടെ തക്കുജുവിനാണ് കൊടുക്കുന്നത്. കാണിച്ചേ കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ഇനിയില്ല. അപ്പോൾ എന്നിട്ട് ഇവിടെ വെച്ച് എല്ലാം കാണട്ടെ. എല്ലാം ഓരോന്നോരോന്ന് കാണിക്കുക. എന്തൊക്കെയാന്ന് പറ. സൂപ്പറായില്ല. നീ നോക്കിയേ, അതോടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ഡിന്നർ സ്പെഷ്യൽ, ക്രിസ്മസിൻ്റെ അന്ന് ഡിന്നർ സ്പെഷ്യൽ മമ്മിയും പപ്പയും ഉണ്ടാക്കി നല്ല കപ്പ ബിരിയാണി, നല്ല ടേസ്റ്റി കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പോർക്ക് കറിയുണ്ട്, നല്ല ബീഫ് നല്ല ഉലർത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂട്ടി നമ്മുടെ കട്ടൻ ചായയും കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. എല്ലാവരും ഇവിടെ ഉണ്ട്. പിള്ളേരെല്ലാം ഇവിടെ നല്ല കളിയാണ്. പപ്പ ഇവിടെ ഇരിപ്പുണ്ട്. ടുട്ടുമോനും
പിള്ളേരെല്ലാം ചോറുണ്ട്. ഞങ്ങളിനി കപ്പ ബിരിയാണി കഴിക്കട്ടെ കേട്ടോ. ചേട്ടാ എങ്ങനെയുണ്ട് മമ്മിയുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണി? സൂപ്പറാ. നമ്മുടെ കപ്പയാട്ടോ. പപ്പ ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞ് കപ്പയും ബീഫും എല്ലാം വാങ്ങിച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കി. ഞാൻ കഴിച്ചു നോക്കട്ടെ. കപ്പ ബിരിയാണിയും നമ്മുടെ പോർക്കും ബീഫ് ഉലർത്തിയതും കൂടെ എടുത്ത് ഒരു പിടി പിടിക്കാം കേട്ടോ. സൂപ്പർ കപ്പ ബിരിയാണി കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ. സൂപ്പർ. പിന്നത്തെ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പവും ബീഫ് കറി ആയിരുന്നു കേട്ടോ. കള്ളപ്പവും ബീഫും ആയിരുന്നു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു. കുളിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ വന്ന് കളിക്കുക കേട്ടോ. കണ്ണടച്ച് കിടക്കും കുട്ടി ചാടിയടിഞ്ഞോന്ന് പറയാൻ ഗുഡ് മോർണിംഗ്. ആദ്യം ദൈവത്തോടുന്ന് ബൈബിൾ വായിക്കാം, പിന്നെ പാത്തിച്ചിടാം. ഓരോ ദിനവും ദൈവത്തിന്റെ പൊന്നുവൻ നോക്കി ആരംഭിച്ചാൽ അന്ത്യം വരെ സന്തോഷമേ. ഓരോ ദിനവും ദൈവത്തിന്റെ പൊന്നുവൻ നോക്കി ആരംഭിച്ചാൽ അന്ത്യം വരെ സന്തോഷമേ. Aeroplane, aeroplane, up in the sky. Where are you going? Fly so high. Over the mountain, over the sea. Aeroplane, aeroplane, please fly me. ഒരു പാട്ട് പാടിക്കേ. ആ ആ ആ ഇനി ഡാൻസ് കളിച്ചു. ഇനി എല്ലാവരും ഡാൻസ് കളിച്ചോ. ആ തക്കുജി ഇനി തക്കുജി ഡാൻസ് കളിക്കേ. ആ ഇനി തക്കുജി ഡാൻസ്. തക്കുജിന് പാട്ട് വേണമല്ലോ, അതിലാണ് ഡാൻസ് കളിക്കുള്ളൂ അല്ലേ. കാലും കൊണ്ടൊക്കെ കാണിക്കേ, കൈ കൊണ്ടൊക്കെ കാണിക്കേ. പൂ കണ്ടോ? ചൂടത്ത് വെക്കാൻ പോകും, അല്ലെങ്കിൽ ഇത് ഐസ്ക്രീം ആവൂല. അതുകൊണ്ട് ചൂടത്ത് താഴത്തോട്ട് വീട് കാണുമ്പോൾ പുതിയ ഹൗസ് വാമിങ് കഴിഞ്ഞ വീടാണേ. ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാട്ടോ. അത് കണ്ടോ, അതാണ് തീപ്പെട്ടി കമ്പനി. തീപ്പെട്ടി ഉണ്ടാക്കുന്ന സ്ഥലമാണേ. ഈ മലയുടെ അങ്ങേറ്റത്താട്ടോ ഞങ്ങളുടെ സ്കൂളുണ്ടായിരുന്നത്. അവിടെയാണ് പഠിച്ചത്. മല കണ്ടോ, മലയുടെ അങ്ങേറ്റത്തായിട്ട്. കുഞ്ഞുമ്മയില്ലേ അവിടെ? ആരില്ലാതെ കുഞ്ഞുമ്മ. ഇങ്ങനെ നോക്കിയാൽ ഇത് പെൺകുട്ടി ആരാ? ടീച്ചറിനുള്ളത്. ആ അതും താഴെയാ. എന്നാ കൂട്ടാൻ ഇറച്ചി മേടിച്ചായിരുന്ന? ഒരു മാസം കഴിയുന്നു ചെല്ലണം. ആന്റി
കണ്ടിട്ടില്ല അനുറാണിയുടെ വീട്. നമുക്ക് പോവാൻ. ആ ഞങ്ങളിന്ന് പോവും കുഞ്ഞുമേ. ഏതാ പോവണ്ടപ്പോ ഞായറാഴ്ച അവന് പരശാമം പോയാന്നുള്ള കൊണ്ടുവിട്ടിട്ട് രാത്രി തന്നെ പോയി. ഇപ്പൊ തന്നെ പോകും. നല്ല വീടാട്ടാ കുഞ്ഞുമേ. എന്നത്തേന് വരും കല്യാണം കുഞ്ഞുമേ? ജൂലൈ ആ ജൂലൈ. ആ കേറി താമസം ഉറപ്പിയും ഒക്കെയാണ് അടിച്ചു. പിന്നെ മരമൊന്നും വെള്ള ഇലയൊന്നും വീഴല. കിണറെല്ലാം നല്ല ആക്കിയല്ലേ. അതെയോ? അത് എടുക്കണ്ട അവിടെ വെക്ക്. അത് ഇട്ടേക്കണ എടുക്കാൻ പാടില്ല കേട്ടാ. അത് എടുക്കുന്നല്ലേ. അപ്പം ഞങ്ങൾ അടുത്തുള്ള വീടൊക്കെ കണ്ടിട്ട് പോന്നു കേട്ടോ. നേരെ വീട്ടിലേക്ക് പോവുകയാണേ. ചെറിയൊരു കയറ്റാട്ടോ ഇവിടെ വലിയൊരു പാറയുണ്ടായിരുന്നു, അതെല്ലാം പൊട്ടിച്ച് കളഞ്ഞു. ആ ഓപ്പണായിട്ട് കിടക്കുന്നല്ലേ. ഇവിടെ അങ്ങ് തീയിട്ട മൊത്തം കത്തി അങ്ങ് പോക്കണം. നല്ല ഉണങ്ങി കിടക്കുന്നുണ്ടല്ലേ. കപ്പയില നിറച്ച് ഇതൊക്കെ ആയിട്ട് കിടക്കണം, പുല്ലൊക്കെ ആയിട്ട് അല്ലേ. അന്ന് ഇവിടെ കൊണ്ട് കാർ ഇടുന്നു. ആ അവിടെ കയറ്റാൻ പറ്റില്ലല്ലോ. ഓ എന്ത് പാട് അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നിട്ട് കാർ എടുക്കുന്നു അല്ലേ. ബൈക്കിൽ വരും, ബൈക്കിൽ വന്ന് ബൈക്ക് ഇവിടെ വെച്ചിട്ട് കാർ എടുത്തു. അങ്ങനെയാണ്. അതല്ല ഇങ്ങോട്ട് വരാറില്ലേ നീ? കപ്പയൊക്കെ എന്താ പോലെ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിട്ടോ. തക്കുജു കാണാണ്ട് ഞങ്ങൾ പോയി. തക്കുജു ഞങ്ങൾ ടാറ്റ പോയി. ഉണ്ട് ടാറ്റ പൊന്നു ടാറ്റ. നീ എന്നാ വന്നെ തൃശ്ശൂർക്ക്? ബിസ്ക്കറ്റ് കയ്യിലുണ്ടാകും, അതിൽ കൊണ്ടുവച്ചാ സീറ്റേല്. അവരെ എടുത്തോ കയറണേ. കാർ തിരിക്കുന്നൊക്കെ എടുക്കും. അവിടുത്തെ ഭാഷ പെരുന്നാളിന് പോകേട്ടോ. അല്ല പോന്നോളൂട്ടോന്നല്ലേ? പോന്നോളൂട്ടോ, പെരുന്നാളിന് വന്നം കേട്ടോന്നാ പറയുന്നത്. പോന്നോളൂട്ടോന്നല്ലേ? അവിടുത്തെ അപ്പച്ചൻ പറയും പോലെ എനിക്ക് തോന്നി, അങ്ങനെ പറഞ്ഞു പോ. ചെരുപ്പ് വേണ്ട, ലൈറ്റ് വെക്കുന്ന ചെരുപ്പാ. നടന്നാലല്ലേ കാണുള്ളൂ. അല്ല നടന്നാലല്ലേ കാണൂ. ടാറ്റ മുന്നോട്ടി, ടാറ്റ കുട്ടാപ്പി, ടാറ്റ ബാവേ. നിങ്ങൾ പള്ളി കയറിയിട്ടാണ് മെസ്സേജ് അയച്ചെന്നിട്ടാ. ഓക്കെ ബൈ. അപ്പൊ പോട്ടോ. അപ്പൊ കേൾക്കില്ലേ? ശരി എന്നാ ബൈ. അപ്പൊ ഞങ്ങള് പോവാട്ടോ. അവിടെ എന്തേ ഗേറ്റോ? അത് തീപ്പെട്ടി കമ്പനി. അപ്പുറത്തെ ആ മലയില്ലേ, ആ മലയുടെ അപ്പുറത്തെ പുറകിലാടാ ഞങ്ങളുടെ സ്കൂളായിരുന്നു. ഇതില് പോവാം. പോയിട്ട് തലയാത്തിട്. ഇത് ഇതുവരെ നോക്കുന്നുണ്ടെങ്കിൽ രാറ്റ് കൊടുത്തു. ഇവിടെ ഞങ്ങൾ പോയി രാവിലെ. ആ സ്റ്റാറ്. അപ്പൊ ഞങ്ങള് പോവാട്ടോ വീട്ടിലേക്ക്. അല്ല തൃശ്ശൂർക്ക് പോവാണ്. എപ്പോൾ അവിടെ എത്തുന്നൊന്നും അറിയത്തില്ല. അതുപോലെ നല്ല ബ്ലോക്ക് ആയിരിക്കും. അപ്പം ഞങ്ങൾ പൂക്കാട്ടുള്ള എത്താറാവുന്നു. ഇവിടെ യൂദാസ്ലിയുടെ പള്ളിയുണ്ട്. 1000 തിരികൾ കത്തിക്കുന്ന പ്രശസ്തമായ പള്ളി അല്ലേ. തീർത്ഥാടന കേന്ദ്രമൊക്കെയുള്ള പള്ളിയാണ്. അപ്പോൾ അവിടെ നിന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. കുട്ടുമോനിവിടെ ഉണ്ട്, സരക്കുട്ടി ഇവിടെയുണ്ട്, തക്കുജു. എല്ലാവരും ഗ്രീൻ മയത്തിലാട്ടോ പോകുന്നത്. ഞങ്ങളെല്ലാം ഗ്രീൻ മയമാണ് ഇന്നത്തെ യാത്രയിൽ. തിരിച്ചു പോവുകയാണ്. മറ്റേ
റോഡിൽ നല്ല ട്രാഫിക് ബ്ലോക്കാണ്. ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയം. വൈകുന്നേരമായിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ സമയത്തേ 5:15 വെയിൽ ഒക്കെ ആറിയിട്ട് പോകാൻ നേരം. അയ്യോ തുമ്മണുണ്ടല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ കൂത്താട്ടുകുളം ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൂത്താട്ടുകുളം ടൗൺ. ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു സാധനം മേടിക്കാനായാലും എല്ലാ കാര്യത്തിനും വരുന്നത് ഇവിടെ കേട്ടോ. എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. തമ്പാച്ചൻ കണ്ടോടാ, തമ്പാച്ചനെ കണ്ടോ മേളിൽ നിൽക്കണുണ്ടോ? തമ്പാച്ചിനെ കണ്ടോ മേലിൽ നിൽക്കണേ? അതാണ് തമ്പാച്ചൻ. ഇവിടെ കുറേ ഷോപ്പൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലിരുന്നാണ് അന്നേരമുള്ള ഒരു ഷോപ്പും ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് കുറേ ഷോപ്പ് വന്നിട്ടുണ്ട്. കൂത്താട്ടുകുളം ഗവൺമെൻറ് ഹോസ്പിറ്റല് കുടുംബ ആരോഗ്യ കേന്ദ്രം. അങ്ങനെ നമ്മുടെ യൂദാശ്രീയുടെ ചർച്ച കേട്ടോ ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഒക്ടോബറിലാണ് പെരുന്നാൾ കേട്ടോ. ഒക്ടോബർ 19 തൊട്ടാണ് പെരുന്നാൾ, 10 ദിവസത്തെ പെരുന്നാൾ. നമ്മൾ അവിടെ പോയാണ്. ഇവിടെ നമ്മുടെ യൂദാശ്രീയോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടന്നിരിക്കും. ഇവിടെ വലിയ സ്റ്റാർ കണ്ടോ. നമുക്കപ്പോൾ ഇവിടെ കയറി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. ഞാൻ 1001 തിരി കത്തിക്കുന്ന നിലവിളക്ക് കേട്ടോ. ഇതാണ് നമ്മുടെ ചർച്ച്. ഞങ്ങളെവിടെ എന്നും ഇവിടെ വന്നാലും പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ് കേട്ടോ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ്. പ്രാർത്ഥിക്കട്ടെ. എവിടെയാ തീയുള്ള? ഇട്ടു ഓൾറെഡി. നമ്മുടെ യൂദാശ്രീയുടെ പള്ളിയിലെ പുൽക്കൂട് കണ്ടോ. എല്ലാത്തിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊന്നുട്ടിയുടെ സ്ഥിരം പരിപാടിയാണ് തണുപ്പ് വെള്ളം കുടിക്കുക. ചുമയാണ്, പറഞ്ഞാലും കേൾക്കില്ല. പൊന്നുട്ടി ക്ലിയറല്ല. ഒട്ടും ക്ലിയർ ഇല്ല. ഈ വീട് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇത് നമ്മുടെ യൂട്യൂബിൽ പ്രശസ്തമായ വീടാട്ടോ. ഇത് നമ്മുടെ കൂത്താട്ടുകുളത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന റോഡിലുള്ള വീടാണ്. ഒത്തിരി ഇൻ്റർവ്യൂസും
അങ്ങനെ ഒത്തിരി എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്ന വീടാണ്. അമ്പലല്ലടാ പൊന്നു, നല്ല വീടാത്. ഇതിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസേ നമ്മുടെ ഏതോ ഒരു ചാനലിലും ഒക്കെ ഉണ്ട് ഇൻ്റർവ്യൂ. അവരുടെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കാൻ. കൈതച്ചക്ക ഉണ്ടോ? പൈനാപ്പിൾ ഉണ്ടായില്ലേ? ഈ കൈതയിലാണ് പൈനാപ്പിൾ ഉണ്ടാകണം. ഉണ്ടാവും ഓരോ പീസായിട്ട് മുറിച്ചിട്ടേക്കണ ഉണ്ടാവും. അവിടെ എവിടെ കണ്ടത്തിൽ ആ പറമ്പിൽ കണ്ടോ ചതുരത്തിൽ നിൽക്കണേ, അതാണ് കൈതയിലാണ് പൈനാപ്പിൾ ഉണ്ടാകണം, കൈതച്ചക്ക. ആ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി മൂവാറ്റുപുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് ആ വീട്. മൂവാറ്റുപുഴ റോഡ് എന്ന് പറയുന്നത് ഫുൾ എങ്ങനത്തെ റോഡാപ്പേ? വളവ് തിരിഞ്ഞ് അങ്ങനത്തെ റോഡാണ്. അതുകൊണ്ട് ബി കെയർഫുൾ. പിന്നെ പിന്നെ കൈക്ക് എന്നെ പറ്റി വേറെ ഈ കൈക്ക് എന്നാ പറ്റിയ? ഇല്ല ഉണ്ടോ? നല്ല ഭംഗിയുള്ള പ്രദേശം അല്ലേ? റബ്ബർ തോട്ടാണ്, ഫുള്ള് റബ്ബർ തോട്ടമായിരുന്നു. വലിയ മലയാണ്. ഹലോ റോഡ് കണ്ടോടാ? മല കണ്ടോടാ? മല ആ സൈഡിൽ മല കണ്ടോ? ആ മല കണ്ടോ അവിടെ? ആ മല ഉണ്ട്. അവിടെ ഫുള്ള് മരം ഉണ്ടായിരുന്നു കേട്ടോ. ആ മരമൊക്കെ വെട്ടി വലിയ മല പോലെ കാണുന്നുണ്ട്. ഒത്തിരി കാണാനുണ്ടാവും. പൈനാപ്പിളിൻ്റെ സ്മെല്ലാണ് ഇതിൽ പോയാൽ. പൈനാപ്പിളാണ് ഇവിടെ ഫുള്ള്. പള്ളി എത്തി. പള്ളി നമ്മൾ അങ്ങ് പോയപ്പോൾ കണ്ടിരുന്നു. മീൻകുന്നം കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇതാണ് നമ്മുടെ മീൻകുന്നം ചർച്ച്. ഇതൊക്കെ വെള്ളച്ചാട്ടമുള്ള. ഇപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ട്, വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം വറ്റിയതാണെന്ന് തോന്നുന്നു. ആ വീടിൽ അലങ്കരിച്ചേക്കുന്നുണ്ടോ? നല്ല ഭംഗിയിൽ. നമ്മുടെ ഇടവയിലൂടെ ആ വഴിയിലൂടെ പോട്ടപ്പേ നമ്മളിന്ന് വീട്ടിലെത്തില്ല, ബ്ലോക്കായിട്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മൂവാറ്റുപുഴ എത്താറായി, മീൻകുന്നത്തി. അപ്പോൾ യാത്ര തുടരുന്നു. കണ്ടുകൊണ്ടേയിരിക്കും.